ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഫെബ്രുവരി 2, 1937. ഇന്ന് അതിരാവിലെ മുതൽ ദൈവിക സാന്നിധ്യം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നിരുന്നു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് പതിവ് പോലെ ഉണ്ണീശോയെ ദർശിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ക്രൂശിതനായ ഈശോയെയാണ് ദർശിച്ചത്. ഈശോയെ കുരിശിൽ തറച്ചിരിക്കുകയാണ്. അവിടുന്ന് അതിദാരുണമായ വേദന സഹിക്കുന്നു. അവിടുത്തെ വേദന എൻ്റെ ആത്മാവിലും ശരീരത്തിലും തുളഞ്ഞു കയറി. അദൃശ്യമായിരുന്നെങ്കിലും കഠിനമായ വേദന എനിക്ക് അനുഭവപ്പെട്ടു. എത്രയോ ഭയഭക്തി രഹസ്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. ഒരു വലിയ രഹസ്യം വിശുദ്ധ കുർബാനയിൽ പൂർത്തിയാകുന്നു. എത്രയോ ഉന്നതമായ ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ഈശോയുടെ തിരുമരണത്തിൽ പങ്കുകൊള്ളുകയും വേണം. ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്യുന്നുവെന്നും എപ്രകാരമുള്ള ദാനമാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതെന്നും ഒരു ദിവസം നമ്മൾ ഗ്രഹിക്കും. അവിടുത്തെ ദൈവീക സ്നേഹത്തിന് മാത്രമേ ഇതുപോലൊരു സമ്മാനം നമുക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ, ഈ ജീവസ്രോതസ്സിൽ നിന്ന് ശക്തിയായും മാധുര്യമായും ഓരോ ആത്മാവിലേക്കും അരുവികൾ പൊട്ടിപ്പുറപ്പെടുന്നു. അതേസമയം തങ്ങളുടെ തന്നെ കുറ്റങ്ങളാൽ അത് സ്വീകരിക്കാതെ ആത്മാക്കൾ വാടിക്കരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുമ്പോൾ കഠിനമായ വേദന എൻ്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയുടെ ശക്തിയാൽ ഈ ആത്മാക്കളെ പുൽകണമേ. മേരി, അത്യുഗ്രമായ ഒരു വാൾ അമ്മയുടെ പരിശുദ്ധമായ ആത്മാവിൽ തുളച്ചു കയറിയല്ലോ. ദൈവമല്ലാതെ മറ്റാരും അമ്മയുടെ സഹനത്തിൻ്റെ പാരമ്യം മനസ്സിലാക്കുന്നില്ല. അമ്മയുടെ ആത്മാവ് തകർന്നു പോയില്ല. അത് ധീരതയുള്ളതായിരുന്നു. കാരണം അത് യേശുവിനോടൊപ്പമായിരുന്നു. മാധുര്യമുള്ള അമ്മേ, എൻ്റെ ആത്മാവിനെ യേശുവിനോട് ഐക്യപ്പെടുത്തണമേ. എങ്കിൽ മാത്രമേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നേരിടാൻ ഞാൻ പ്രാപ്തയാകുകയുള്ളൂ. ഈശോയോട് കൂടി മാത്രമേ എൻ്റെ ഓരോ ചെറിയ ത്യാഗവും ദൈവത്തിരുമുമ്പിൽ പ്രീതിജനകമാവുകയുള്ളൂ. മാധുര്യപൂർണയായ അമ്മേ, ആന്തരിക ജീവിതത്തെക്കുറിച്ച് തുടർന്നും എന്നെ പഠിപ്പിക്കണമേ. സഹനത്തിൻ്റെ വാൾ എന്നെ ഒരിക്കലും തകർത്ത് കളയാതിരിക്കട്ടെ. പരിശുദ്ധ കന്യകേ, എൻ്റെ ഹൃദയത്തിന് ധൈര്യം പകർന്നു തന്ന് അതിനെ കാത്തുകൊള്ളണമേ. ഇന്ന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. വളരെയധികം വേദനകൾ സഹിക്കുന്നുവെങ്കിലും എൻ്റെ ആത്മാവ് ആനന്ദ നിർഭരമാണ്. ഞാൻ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ ഒരു യഹൂദ വനിത അത്യാസന്ന നിലയിൽ കിടപ്പുണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് ഞാൻ അവളെ സന്ദർശിച്ചിരുന്നു. മാമോദിസായിലൂടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാതെ അവൾ മരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ വളരെ ഹൃദയഭൃത അനുഭവിച്ചു. അവളെ ശുശ്രൂഷിക്കുന്ന സഹോദരിയുമായി, സന്യാസ സഹോദരി, ഞാനൊരു ധാരണയുണ്ടാക്കി. അവളുടെ അന്ത്യസമയം അടുക്കുമ്പോൾ അവൾക്ക് മാമോദിസ നൽകണം. ആ രോഗിയോടൊപ്പം യഹൂദരായ ആരെങ്കിലും എപ്പോഴും ഉണ്ടായിരുന്നതിനാൽ മാമോദിസ നൽകുക അത്ര എളുപ്പമായിരുന്നില്ല. കരുണയുടെ ഈശോയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് പ്രേരണ ലഭിച്ചു. ആ ചിത്രം അച്ചടിച്ചൊരു ലഘുലേഖ എൻ്റെ കൈവശമുണ്ടായിരുന്നു. ഞാൻ കരുണയുടെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ ഛായാചിത്രം വഴി വളരെയധികം കൃപകൾ വർഷിക്കുമെന്ന് അങ്ങ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ യഹൂദ വനിതയ്ക്ക് വിശുദ്ധ മാമോദിസായുടെ കൃപ നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവൾ മാമോദിസ സ്വീകരിച്ചാൽ ആരാണത് നൽകിയതെന്ന് ഒരു വ്യത്യാസവും വരുത്തുന്നില്ലല്ലോ. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അസാധാരണമായ സമാധാനത്താൽ ഞാൻ നിറഞ്ഞു. എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും മാമോദിസായുടെ വിശുദ്ധ ജലം അവളുടെ ആത്മാവിൻ്റെ മേൽ തളിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ രാത്രിയിൽ അവൾ വളരെ ക്ഷീണിതയായതിനാൽ 3 പ്രാവശ്യം എഴുന്നേറ്റ് ഞാൻ അവളെ സന്ദർശിക്കാൻ പോയി. മാമോദിസ നൽകുവാനുള്ള അനുകൂല സാഹചര്യത്തിനായി കാത്തിരുന്നു. രാവിലെ അവളുടെ നില അല്പം മെച്ചപ്പെട്ടതായി തോന്നി. എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോൾ അവസാന നിമിഷങ്ങൾ അടുത്തു. അവളെ ശുശ്രൂഷിക്കുന്ന സന്യാസ സഹോദരി പറഞ്ഞു, യഹൂദർ അവളോടൊപ്പം എപ്പോഴും ഉള്ളതിനാൽ മാമോദിസ നൽകുക അസാധ്യമാണ്. രോഗിക്ക് സുബോധം നഷ്ടപ്പെട്ടു. അതിനാൽ അവളെ രക്ഷിക്കാനായി ബന്ധുക്കൾ ഡോക്ടറെയും മറ്റുള്ളവരെയും സഹായത്തിന് വിളിക്കുവാനായി ഓടി. രോഗി തനിച്ചായ ആ സമയത്ത് നഴ്സ് സിസ്റ്റർ അവൾക്ക് മാമോദിസ നൽകി. അവർ തിരിച്ചെത്തിയപ്പോഴേക്കും ആ വനിതയുടെ ആത്മാവ് ദൈവകൃപയാൽ അലങ്കരിക്കപ്പെട്ട് പ്രകാശിതമായി. അവളുടെ അവസാന പോരാട്ടം ആരംഭിച്ചു. എന്നാൽ അത് വളരെയധികം നീണ്ടുനിന്നില്ല. മരണം ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെയായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ആത്മാവ് അത്ഭുതകരമായ ശാന്തതയിൽ ദൈവസന്നിധിയിലേക്ക് കരയേറുന്നതായി ഞാൻ ദർശിച്ചു. വിശുദ്ധീകരണ വരപ്രസാദം ഒരാത്മാവിന് എത്രമാത്രം മനോഹാരിത നൽകുന്നു. എൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു. എത്രയോ ഉന്നതമായ കൃപയാണ് ഈ ഛായാചിത്രത്തിൽ നിന്ന് ഞാൻ സ്വീകരിച്ചത്. ദൈവകരുണ എത്ര മഹോന്നതമാണ്. എല്ലാ ആത്മാക്കളും അതിനെ വാഴ്ത്തി സ്തുതിക്കട്ടെ. എൻ്റെ ഈശോയെ, ആ ആത്മാവ് നിത്യമായും അങ്ങേ കരുണയുടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുമല്ലോ.
ഈ ദിവസം എൻ്റെ ആത്മാവിൽ പതിഞ്ഞ മുദ്ര ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഈ ഛായാചിത്രത്തിൽ നിന്ന് ആത്മാക്കൾക്കായി ഞാൻ സ്വീകരിച്ച രണ്ടാമത്തെ വലിയ കൃപയാണിത്. ഓ ദൈവം എത്രയോ നല്ലവനാണ്. അവിടുന്ന് എത്രയോ കാരുണ്യവാനാണ്. ഈശോയെ, ഈ കൃപകൾക്കായി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഫെബ്രുവരി 5, 1937. എൻ്റെ ഈശോയെ, എല്ലാറ്റിലും ഉപരിയായി അങ്ങുമായി ഐക്യപ്പെടുവാൻ ഞാൻ അത്യധികം അഭിലഷിക്കുന്നു. ഈശോയെ, സാധ്യമെങ്കിൽ എന്നെ പൂർണ്ണമായും അങ്ങിൽ ഒന്നിപ്പിക്കണമേ. അങ്ങേക്കായുള്ള ഉത്കടമായ അഭിലാഷത്താൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓ, ഈ വിപ്രവാസം എത്രയോ കഠിനമായി എനിക്ക് അനുഭവപ്പെടുന്നു. എത്രയും പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന പരമാനന്ദം നുകരുവാനായി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്നെനിക്ക് അണയുവാനാകും. എന്നാൽ തുടർന്നും ജീവിച്ച് സഹിക്കണമെന്നാണ് അങ്ങ് തിരുമനസ്സാകുന്നതെങ്കിൽ അവിടുന്ന് എനിക്ക് വേണ്ടി നിശ്ചയിക്കുന്നത് പൂർത്തിയാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് ആഗ്രഹിക്കുന്നതുവരെ, ലോകാവസാനം വരെയാണെങ്കിലും എന്നെ ഈ ലോകത്തിൽ തന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ ആത്മാവിൻ്റെ സങ്കേതവും എൻ്റെ പരമാനന്ദവുമായ ദൈവ തിരുമനസ് നിറവേറട്ടെ. ഈ ലോകം മുഴുവനും മനുഷ്യരാൽ നിറഞ്ഞിരിക്കുന്നുവെങ്കിലും എനിക്ക് കടുത്ത ഏകാന്തത അനുഭവപ്പെടുന്നു. ഈ ലോകം ഭീകരമായ ഒരു മരുഭൂമി പോലെയാണ്. ഓ ഈശോയെ, എൻ്റെ ഹൃദയാഭിലാഷം എന്തെന്ന് അങ്ങ് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേക്ക് മാത്രമേ എന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു പെൺകുട്ടി വരാന്തയിൽ വളരെയധികം സമയം പുരുഷന്മാരോട് ഒന്നിച്ചായിരിക്കുന്നതിനെക്കുറിച്ച് അവളോട് ഇന്ന് ഞാൻ സംസാരിച്ചു. ഒരു കുലീന കുടുംബത്തിലെ സ്ത്രീക്ക് ഇത് യോജിച്ചതല്ലെന്ന് ഞാൻ പറഞ്ഞു. അവൾ ക്ഷമാപണം നടത്തി. അവളുടെ പെരുമാറ്റം തിരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവളുടെ ചിന്താരഹിതമായ പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ അവൾ കരയുവാൻ തുടങ്ങി. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ഉപദേശം അവൾക്ക് ഞാൻ നൽകിയപ്പോൾ വാർഡിലുണ്ടായിരുന്ന പുരുഷന്മാരെല്ലാം വന്ന് ശ്രദ്ധയോടെ മറുവശത്ത് നിന്ന് അവ ശ്രവിച്ചു. യഹൂദന്മാരും ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഭിത്തിയോട് ചെവി ചേർത്ത് പിടിച്ച് വളരെ ശ്രദ്ധയോടെ അവർ ശ്രദ്ധിച്ചുവെന്ന് ഒരാൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും തോന്നിയെങ്കിലും എനിക്ക് പറയുവാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. അവിടുത്തെ ഭിത്തികൾക്ക് വലിയ കനമില്ലാത്തതിനാൽ വളരെ താണ സ്വരത്തിൽ പറഞ്ഞാലും മറുവശത്ത് കേൾക്കുവാൻ സാധിച്ചിരുന്നു. പണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥിയായിരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവൾ എൻ്റെ ക്ഷമ വളരെയധികം പരീക്ഷിച്ചു. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം അവൾ എന്നെ കാണുവാൻ വന്നിരുന്നു. ഓരോ സന്ദർശനത്തിന് ശേഷവും ഞാൻ വളരെ ക്ഷീണിതയാകുമായിരുന്നെങ്കിലും ദൈവം ആ ആത്മാവിനെ എൻ്റെ അടുക്കിലേക്ക് അയച്ചതായി കരുതി ഞാൻ അതിനെ സ്വീകരിച്ചു. ഓ ദൈവമേ, എല്ലാവരും അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ക്ഷമ അഭ്യസിക്കുന്നതിലൂടെ ദൈവത്തിന് മഹത്വം നൽകുന്നു. ഓ ആത്മാക്കളുടെ സ്ഥിതി എത്ര ദയനീയം. ഫെബ്രുവരി 6. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നീ വളരെ ലാളിത്യത്തോടെ എന്നോട് വർത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരിക്കുന്നത്? അവ തീരെ നിസ്സാരങ്ങളായാൽ പോലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്നോട് പറയുക. അത് ശ്രവിക്കുന്നത് എനിക്ക് വളരെ ആനന്ദമാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാമല്ലോ. ഈശോ മറുപടി പറഞ്ഞു, അതെ, എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ നീതീകരിക്കരുത്. മറിച്ച് കൊച്ചുകുട്ടികളുടെ ലാളിത്യത്തോടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്നോട് സംസാരിക്കുക. എന്തെന്നാൽ എൻ്റെ ഹൃദയവും കാതുകളും നിന്നിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. നിന്റെ വാക്കുകൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. 3 നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു നൊവേന ഞാൻ ആരംഭിച്ചു. ഒരു ചെറു പ്രാണിയെ തറയിൽ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ തണുപ്പിൻ്റെ നടുവിൽ ഇതെങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ ഈ വാക്കുകൾ എൻ്റെ ആത്മാവിൽ ഞാൻ ശ്രവിച്ചു. നീ കാണുക, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ഇതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. നിന്നോട് തുലനം ചെയ്യുമ്പോൾ ഈ ചെറു പ്രാണി എന്താണ്? ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും നിന്റെ ആത്മാവ് ഭയപ്പെട്ടതെന്ത്? ആ നിമിഷത്തിനു വേണ്ടി ഞാൻ കർത്താവിനോട് മാപ്പപേക്ഷിച്ചു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എപ്പോഴും എല്ലാ കാര്യങ്ങളും അവിടുത്തേക്ക് വിട്ടുകൊടുക്കണമെന്നും അവിടുത്തെ തിരുവിഷ്ടത്തിന് കണ്ണടച്ച് എന്നെ പൂർണ്ണമായും സമർപ്പിക്കണമെന്നുമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. ഫെബ്രുവരി 7. കർത്താവ് ഇന്ന് എന്നോട് പറഞ്ഞു, നിന്റെ മനസ്സിനെ സമ്പൂർണ്ണമായ ഒരു ഹോമബലിയായി എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. മറ്റൊരു ബലിയും ഇതിന് തുല്യമാവുകയില്ല. ഞാൻ തന്നെ നിന്റെ ജീവിതത്തെ നയിക്കുകയും എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുകയും ചെയ്യും. സ്നേഹപൂർവ്വം എൻ്റെ ഹിതം പൂർത്തിയാക്കുന്ന എനിക്കുള്ള ഒരു അനുസ്യൂത ബലിയായി നിന്റെ ജീവിതം മാറണം. ഈ അർപ്പണത്തിൻ്റെ പൂർത്തീകരണത്തിനായി കുരിശിൽ നീ എന്നോട് ഐക്യപ്പെടണം. നിനക്കെന്താണ് ചെയ്യുവാൻ സാധിക്കുന്നത് എന്നെനിക്കറിയാം.
ഞാൻ തന്നെ നേരിട്ട് പല നിർദ്ദേശങ്ങളും നിനക്ക് നൽകും. എന്നാൽ അവ പൂർത്തിയാക്കുവാൻ നീ മറ്റുള്ളവരെ ആശ്രയിക്കത്തക്ക വിധത്തിൽ ഞാൻ തന്നെ അവയുടെ പൂർത്തീകരണത്തിൽ താമസം വരുത്തും. എന്നാൽ അധികാരികൾക്ക് ചെയ്യുവാൻ അസാധ്യമായത് ഞാൻ തന്നെ നേരിട്ട് നിന്റെ ആത്മാവിൽ നിർവഹിക്കും. നിന്റെ ആത്മാവിൻ്റെ ശ്രീകോവിലിൽ ഒരു പരിപൂർണ ഹോമബലി അർപ്പിക്കപ്പെടും. കുറച്ചു സമയത്തേക്കല്ല എൻ്റെ മകളെ, നിന്റെ മരണം വരെ ഈ ബലിയർപ്പണം തുടരും. എന്നാൽ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ നിന്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവമായ ഞാൻ തന്നെ സാധിച്ചു തരും. ജീവനുള്ള ഒരു തിരുവോസ്തിയിൽ എന്ന പോലെ ഞാൻ നിന്നിൽ ആനന്ദിക്കുന്നു. ഒന്നും നിന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മരണാസന്നരുടെ അരികിൽ പോകുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞുകൊണ്ട് മദർ സുപ്പീരിയറിൻ്റെ ഒരു കുറിപ്പ് ഇന്ന് എനിക്ക് കിട്ടി. എനിക്ക് പകരം വിശുദ്ധമായ അനുസരണത്തെ മരണാസന്നരുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അത് അവരെ സഹായിച്ചു കൊള്ളും. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് മാത്രം മതി എനിക്ക്. ഇപ്പോൾ എനിക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും പിന്നീട് മനസ്സിലാകും.